സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഭ്രമയുഗം. മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തിരിക്കുന്നു. ഈ പടം കാണാൻ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ വന്നത്. ഇത് കാണാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാനൊക്കെ താല്പര്യം ഉണ്ടാവും അല്ലേ. പിന്നെ ഇതിനാകെ ഒരൊറ്റ ലൊക്കേഷനേ ഉള്ളൂ, ഒരു മനയാണ് ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പിന്നെ ഒരു കാടും ചെറിയൊരു പുഴയും അത്രയൊക്കെ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ലൊക്കേഷൻ ഇല്ല. പിന്നെ ഇതിലെ മെയിൻ കഥാപാത്രങ്ങളാകെ 3 ആളുകളേ ഉള്ളൂ. പിന്നെ 1-2 പേരുണ്ടെങ്കിലും അവർ 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ത്രൂ ഔട്ടുള്ളത് 3 കഥാപാത്രങ്ങളുള്ളൂ. പിന്നെ കോസ്റ്റ്യൂം ആണെങ്കിൽ ഈ 3 പേരും ഒരു ഷർട്ട് പോലും ഉപയോഗിച്ചിട്ടില്ല, ഒരൊറ്റ മുണ്ട് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? നമുക്ക് സിനിമയെ പറ്റി നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ പോരെ ഒരു സിനിമ കാണാതിരിക്കാൻ? ഇനി അത് കാണണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ആ കാരണം വേറൊന്നുമല്ല. ഇങ്ങനെയുള്ള സംഗതികൾ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം, സംവിധായകൻ്റെ ധൈര്യം, അതുപോലെ അതിന് ഡേറ്റ് കൊടുക്കാൻ പ്രധാന കഥാപാത്രമായിട്ടുള്ള മമ്മൂട്ടി കാണിച്ച ധൈര്യം, അതെന്തുകൊണ്ടാണ് അതങ്ങനെ എടുത്തിട്ടുണ്ടാവുക? പിന്നെ മാത്രമല്ല, തിയേറ്ററിൽ നല്ല രീതിയിൽ അത് നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് തന്നെയാണ് ഒരു ഫിലിം മേക്കറുടെ വിജയം. കാരണം അയാൾക്ക് അത്രയും കോൺഫിഡൻ്റ് അതിലുള്ളത് കൊണ്ട് തന്നെയാണ് അയാളത് അങ്ങനെയൊക്കെ എടുത്തത്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തതും. ഇത്രയും കുറച്ച് കഥാപാത്രങ്ങളെ ഒറ്റ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ തയ്യാറാക്കാൻ ആൾ കാണിച്ചത് ആളുടെ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആൾക്കുള്ള കോൺഫിഡൻ്റ് തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ 3 നടന്മാർ അവരുടെ ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസാണ് അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ പ്രധാന കഥാപാത്രമായ മമ്മൂട്ടി ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള അഭിനയ ശൈലിയാണ് അതിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരൊക്കെ വളരെ നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കാണണോ വേണ്ടതെന്ന് ആലോചിക്കുക. എന്തായാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കലാസംവിധാനവും BGM എല്ലാം, ക്യാമറ എല്ലാം വളരെ മികച്ച ഒരു പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. താങ്ക് യു.